Chichi, let's invite our third contestant, Rasina Shaji from Ernakulam. Okay, So please welcome Rasina Shaji from Ernakulam. എൻ്റെ പേര് ഡോക്ടർ റസീന ഷാജി. ഞാനൊരു വെറ്റിനറി ഡോക്ടറാണ്. ഇപ്പോൾ പ്രൊഫഷണലി ഒരു വെറ്റിനറി ഡോക്ടറാണെങ്കിലും ഈ കുക്കിങ്ങിലേക്ക് വന്നത് വെരി പാഷനേറ്റ് ഓഫ് കുക്കിംഗ് ആയതുകൊണ്ടാണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുക്കിംഗ്. ഏത് സ്ട്രെസ്സിലും ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യമാണ് കുക്കിംഗ്. As a great event, when Kalyan Hypermarket is conducting this along with Annie's Kitchen, it's my proud privilege to join this event. Thank you. ചേച്ചി ഒരു പ്രത്യേക കാര്യമുണ്ട്, പാചക വിദഗ്ധ മാത്രമല്ല ഒരു ഡോക്ടർ കൂടിയാണ്. അത് വെറ്റിനറി ആണ് ചേച്ചിയുടെ സ്ട്രീം. ഓക്കെ, ഈ വെറ്റിനറി ഭയങ്കരമായിട്ട് ചൂസ് ചെയ്ത ഡോക്ടർ? Likewise, my father is also into that profession, and I was very crazy of horses. Horses? Yeah, and I'm a horse rider. I've RD cadet. ഇതിലേതാണോ ഞാൻ പറയണ്ടേ? ഇനിയിപ്പോ ഞാൻ നോക്കട്ടെ, പാചകത്തിലും കൂടെ ചേച്ചി ഭയങ്കര ഇതായിരിക്കും അല്ലേ? ഇത്രയൊക്കെ ചേച്ചി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഭയങ്കര ഒരാളാ വന്ന കേട്ടോ. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ പിന്നെ വർത്താനം പറയാം. ക്യാരി ഓൺ ചേച്ചി. Pleasure is mine. Thank you. അപ്പൊ ചേച്ചി നമുക്ക് നാലാമത്തേത് നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് വെൽക്കം ചെയ്യാം. സോ പ്ലീസ് വെൽക്കം ജസ്ലി ജോബി ഫ്രം ചാലക്കുടി. എൻ്റെ പേര് ജസ്ലി ജോബി. ഞാൻ ചാലക്കുടി വെള്ളാഞ്ചിറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യണു. 2 മക്കളുണ്ട്. എനിക്ക് ബേക്കിംഗ് ഭയങ്കര താല്പര്യമാണ്. വെറൈറ്റി കേക്കുകളും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ പലഹാരങ്ങളും എല്ലാം. പിന്നെ ആനീസ് കിച്ചൺ എന്നും കാണാറുണ്ട്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ അറിയോ, ബാക്കിയുള്ളവർ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല കേട്ടോ. പുള്ളിക്കാരത്തേക്ക് എന്റെ അപ്പന്റെ പേര് എന്റെ അപ്പനുമായിട്ട് ജോബി. യെസ് അല്ലേ? ഞാൻ ആനി ജോബിയാണ്. ദിസ് ഇസ് ജസ്ലി ജോബി. അപ്പൊ ഒരു ചെറിയ ഇഷ്ടം അപ്പന്റെ പേരിൽ ഇച്ചിരി കൂടുതലാന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസ് ആകുമ്പോ എല്ലാവർക്കും ഒരേ രീതിയിലേ എനിക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പന്റെ പേര് കേട്ടപ്പോ ഒരു ഇച്ചിരി സന്തോഷം കൂടി. അതാ, അത്രേ ഉള്ളൂ. ഹൗസ് വൈഫാ? ഹൗസ് വൈഫാണ്. ഓക്കെ, ഇഷ്ടമാണ് കുക്കിംഗ്? കുക്കിംഗ് ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്നത്. പേടിയുണ്ടോ? അതിന് ചെറിയൊരു ടെൻഷൻ. എത്രേ ഉള്ളൂ. എന്നാ പേടിക്കാനാ, ഞാൻ ഇവിടെ നിൽക്കുമല്ലേ അല്ലേ? പേടിക്കുന്നത് ഫുൾ ധൈര്യമല്ലേ? ചേച്ചിയുടെ കൂടെ നിൽക്കാൻ തന്നെ നമുക്ക് ചെയ്യണതല്ലേ. ഞാൻ ചിലപ്പോ നിങ്ങളെക്കാട്ടിലും ഒക്കെ ചെറിയ ആളായിരിക്കും. ഞാൻ നിങ്ങളിൽ നിന്നാണ് ഇന്ന് പഠിക്കാൻ വന്നേക്കുന്നത്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ ഇന്ന് ആരുടെയും നിന്നൊക്കെ എനിക്ക് എന്നൊക്കെ ടിപ്പ് കിട്ടുമെന്ന് അറിയാൻ മേലല്ലോ. നമുക്ക് തുടങ്ങാം. വരും. നമ്മുടെ 4 കണ്ടസ്റ്റൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാല്ലേ? പിന്നെ ഇപ്പൊ സോ അതിന് മുൻപായിട്ട് നമുക്കറിയാം ഒരു ചെറിയ കോമ്പറ്റീഷൻ കൂടിയാണ്, കോൺടെസ്റ്റ് ആണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പൊ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അനു ചേച്ചി? അപ്പൊ അതെന്താണെന്ന് അവരോടൊന്ന് പറയാല്ലേ ആദ്യം? ഡെഫിനറ്റ്ലി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ നേരെ തിരിയുമ്പോ തന്നെ വലിയ ഏതാണ്ട് ടീച്ചറൊക്കെ തിരിഞ്ഞ് പരീക്ഷ ഹാളിൽ തിരിയുന്ന കൂട്ടം ചിന്തിക്കല്ല. എന്നാന്നോ, നമുക്കൊരു ഗെയിം പോലെ ആകുമ്പോഴത്തേക്ക് നാച്ചുറലി അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരും. അത് നമ്മൾ അനുസരിച്ച് പോയേ ഒക്കത്തുള്ളൂ. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടേക്കുന്ന എന്നാന്ന് വെച്ചാൽ, നമ്മൾ ബേസിക്കലി ഒരു കേക്ക് മേടിക്കുമ്പോൾ സ്പോഞ്ച് കേക്ക് അല്ലെങ്കിൽ ടീ കേക്ക് അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ബേസ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പിള്ളേരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡ് വെൽവെറ്റ് എന്നോ അല്ലെങ്കിൽ ബ്ലൂബെറിയോ എന്നാന്ന് വെച്ചാൽ നമ്മളത് കൊടുത്തിട്ട് അതിൻ്റെ ഐസിങ്ങാ കൂടുതൽ നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടുന്നത്. കേക്കിനകത്ത് കിട്ടുകയില്ല. അപ്പോൾ എന്നാ ചെയ്താൽ, ഞാൻ ഇപ്രാവശ്യം വെച്ചേക്കുന്ന എനിക്ക് വെറും കേക്ക് മാത്രം മതി, അല്ലാതെ അതിനകത്ത് ഐസിങ് വേണ്ട. നമ്മൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതേപോലെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അതിനകത്ത് എല്ലാം നോക്കിയും ഒക്കെ വേണം ചേർക്കാൻ. ഇത് ചേർക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഇന്നതായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചേർക്കരുത്. ടേസ്റ്റ് നല്ലതായിരിക്കണം. പിന്നെ അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ മോയ്സ്നെസ്, അതെല്ലാം അതിൻ്റെ കറക്റ്റായിട്ട് വരണം. അതിൻ്റെ സോഫ്റ്റ് എല്ലാം വരണം. ചുരുക്കം പറഞ്ഞാൽ എല്ലാ സാധനവും വേണം, പക്ഷെ ഹെൽത്ത് ആയിരിക്കണം. ഇത് ഗെയിമാണോ? കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു, പക്ഷെ ഗെയിം അല്ലാന്നും പറഞ്ഞു അല്ലേ? പക്ഷെ എന്നാ ചെയ്യാനാ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് നടക്കുമ്പോൾ ഒരാളെ നമുക്ക് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കി കിട്ടാത്തവർക്കൊന്നും എന്നോട് ദേഷ്യം തോന്നരുത്. വെച്ചാൽ ഗെയിം ഇസ് ലൈക്ക് ദാറ്റ് അല്ലേ? അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിവേ, ഓൾ ദി ബെസ്റ്റ്.